ഇന്ന് നമ്മൾ പറയാൻ പോണത് പൊന്നമ്പലം എന്ന് പറഞ്ഞിട്ടൊരു നടനുണ്ട്. എല്ലാവരും അറിയുന്നതാണ്. തെലുങ്കിൽ ഫേമസാണ്, അതുപോലെ കന്നഡത്തിൽ ഫേമസാണ്, ഹിന്ദിയിൽ ഫേമസാണ്, മലയാളത്തിൽ ഫേമസാണ്. ശരിക്കും പറഞ്ഞാൽ സകല ആക്ഷൻ സീൻസിലും മൂപ്പര് അഭിനയിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്ന് നിന്നാൽ തന്നെ ഉണ്ട്. മോഹൻലാലായിട്ട് എത്ര പടത്തില, മമ്മൂട്ടിയായിട്ട് എത്ര പടത്തില, അങ്ങനെ എല്ലാ നടന്മാരായിട്ട് അഭിനയിച്ചുള്ള നടനാണ്. ഇപ്പോൾ ആ നടൻ്റെ അവസ്ഥ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ സങ്കടം തോന്നും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൊന്നമ്പലം ഇപ്പോൾ ഒരു വീൽ ചെയറിൽ ഇരുന്ന് നിരങ്ങുക. അദ്ദേഹത്തിൻ്റെ കിഡ്നി തകർന്നു പോയി, കിഡ്നി ഇല്ലപ്പോൾ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കിഡ്നി പോകാൻ ഇദ്ദേഹം പറയുന്ന ഒരു കാരണമുണ്ട്. ഇദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അച്ഛന് 3 ഭാര്യമാരാണ്. 3 ഭാര്യമാരിലും കുട്ടികളുണ്ട്. അതിൽ ഒരു ഭാര്യയുടെ കുട്ടി മകൻ എന്താണെന്ന് വെച്ചാൽ ഇയാളായിട്ട് വലിയ സുഖത്തിലല്ല. പക്ഷേ ഒരു കോംപ്രമൈസ് എന്നുള്ള നിലയിൽ അവരൊരു ദിവസം ഇതുപോലെ മദ്യപിക്കുന്ന സമയത്ത് ഒരു വിഷം ഇട്ട് കൊടുത്തു എന്ന് പറയുന്നത്. ആ വിഷം കഴിച്ചോട് കൂടിയിട്ട് മൂപ്പർക്ക് അപ്പം തന്നെ മൂപ്പര് ശരിക്കും പറഞ്ഞാൽ മരിക്കേണ്ടതാണ്. അപ്പോഴേക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി പരിശോധിച്ചപ്പോൾ വിഷമാണ്. അങ്ങനെ അതിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പക്ഷേ ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ വിഷം മാരകമായിട്ട് നിങ്ങളുടെ ശരീരത്തിനെ ബാധിച്ചതിനേക്കാളും കൂടുതൽ കിഡ്നീനെ ബാധിച്ചു. അതുകൊണ്ട് നിങ്ങളുടെ 2 കിഡ്നി ഡാമേജ്, എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റി വയ്ക്കുമെന്ന് പറഞ്ഞു. മൂപ്പരയിൽ എവിടെ നിന്നാണ് പൈസ കിഡ്നി മാറ്റി വയ്ക്കാനായിട്ട്? ജീവിക്കാൻ തന്നെ പറ്റണില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും മറ്റുള്ള ആൾക്കാർക്കും കോടീശ്വരന്മാരെന്നൊക്കെ നമ്മൾ വെറുതെ വിചാരിക്കുക. ഈ മനുഷ്യൻ എന്തുണ്ടായി? ഇതിന് പിറകെ നടക്കാൻ പറ്റുമോ? ഒരാളിന് വിഷം തന്നെന്ന് പറഞ്ഞാൽ തെളിവില്ല. അപ്പോൾ എന്തുണ്ടായി? പിന്നെ ജീവിക്കുക. പല നടന്മാരോടും സഹായം അഭ്യർത്ഥിച്ചു, ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ല. സിനിമാക്കാരെ തനി കോണം അപ്പോൾ കാണിച്ചു. അങ്ങനെ ചിരഞ്ജീവിയായിട്ട് മൂപ്പര് കുറേ പടങ്ങളിൽ ഇതുപോലെ ഫൈറ്റ് സീനിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ചിരഞ്ജീവിനോട് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ഒന്ന് സഹായം. അപ്പോൾ മൂപ്പര് ഉദ്ദേശിച്ചത് 1 ലക്ഷം രൂപയിലും തരില്ലോ എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ചോദിച്ചത്. അപ്പോൾ ചിരഞ്ജീവി എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ലക്ഷം രൂപയല്ല കൊടുത്തത്, 1 കോടി രൂപയുടെ സഹായം ചെയ്തത്. ആ സഹായത്തുമ്പിലുള്ളപ്പോൾ മൂപ്പര് നടക്കുന്നത്. അന്നേരം പറഞ്ഞോളൂ, ഇനി കിഡ്നി മാറ്റി വയ്ക്കണമെങ്കിൽ നമുക്ക് അതിനുള്ള സഹായം ചെയ്തു തരാം, കിഡ്നി മാറ്റി വയ്ക്കാമെന്ന് പറഞ്ഞത്. അതിൻ്റെ ആശ്വാസത്തിലാണ് പൊന്നമ്പലം ഇരിക്കുന്നത്. അപ്പോൾ നടന്മാരിലും സൂപ്പർ സ്റ്റാറിലും നല്ല മനസ്സുള്ളവരും നല്ല ഹൃദയമുള്ളവരും ഉണ്ട്, മനുഷ്യത്വമുള്ളവരും ഉണ്ട്. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്.